സുഹൃത്തുക്കളെ, സാബിത്ത എന്ന് പറയുന്നൊരു കുറച്ച് പ്രായമുള്ളൊരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ട് ചില ഉസ്താദുമാരെ വ്യക്തിഹത്യ നടത്തുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം കാണാനിടയുണ്ടായി. ഈ സ്ത്രീ അവർ കുളിക്കുന്നതും മറ്റുള്ളതൊക്കെ ഫോട്ടോ ഒക്കെ എന്നാണ് വീഡിയോ എടുത്തുകാണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചപ്പോൾ അതിനെതിരെ ചില ഉസ്താദുമാർ പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ അവരെ ട്രോളിക്കൊണ്ട് വളരെ മോശമാക്കിക്കൊണ്ട് എന്തോ ആ സ്ത്രീ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് വേളന്മാർ എന്ന്. എന്താണെന്ന് അവർക്ക് തന്നെ അറിയുള്ളൂ. എന്നിട്ട് അവർ ചോദിക്കുകയാണ് എന്തെന്നറിയോ, എത്ര ചെറുപ്പക്കാരികളെ സ്ത്രീകൾ ചാടിക്കളിക്കണത്, ഒന്നുകൂടാതെ ഷെഡ്ഡി മാത്രം ഇട്ട് കണ്ടെന്നൊക്കെ പറയുന്നത്, ചാടി കളിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതെന്തുകൊണ്ടാണ് ഉസ്താദുമാർ ഇത് ഇന്നെ മാത്രം എതിർക്കുന്നത്? എനിക്കങ്ങനെ ഒരു പേടിയില്ല എന്നുള്ള ആ രൂപത്തിലുള്ള പ്രസംഗം, ആ രൂപത്തിൽ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് കണ്ട സ്ത്രീ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഇത് ആ സ്ത്രീയെ പറ്റി നമ്മൾ മുമ്പൊരു പ്രാവശ്യം ഞാനും അതിനെപ്പറ്റി വിമർശിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. ഒരിക്കൽ നമ്മളങ്ങനെ പറഞ്ഞു. പിന്നെ ഇപ്പം എന്താണെന്ന് അറിയങ്ങൾ, നമ്മളങ്ങനത്തെ ആളുകളെ എതിർത്താൽ ശക്തി കൂടുകയുള്ളൂ. ഇപ്പം ഒരു സൂറത്ത് പറഞ്ഞൊരു താത്ത മുമ്പ് കണ്ടില്ല നിങ്ങൾ, തട്ടം ഇടുന്നതിനെ പറ്റി, ഒരു സ്കൂളിൽ തട്ടിടുന്നതിനെ പറ്റി അതിന് പ്രതിഷേധിച്ച ഇടരുത് ഈ ഒരു പ്രതിഷേധത്തിൽ ആ സ്ത്രീ എന്ത് ചെയ്തു, അവസാനം തട്ടം തീരെ ഉപേക്ഷിച്ചു. ഞാൻ ഈ തട്ടം തന്നെ ഇടണില്ല എന്ന്. ഉസ്താദുമാർ ഉപദേശിക്കുന്നത് കൊണ്ട് ഞാൻ തട്ടം തന്നെ ഇടണില്ല എന്ന്. അവനാ തുണി വെച്ചിട്ട് അടക്കുകയാണെങ്കിൽ അതിൻ്റെ പോരായ്മ. അപ്പോൾ ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ആളുകളെ വിമർശിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടൽ, അതിൻ്റെ അടുക്ക് മന്ത്രിച്ചൂതും. ഇതിനൊക്കെയാണ് ഉസ്താദുമാർ വിമർശിച്ചത്. ഷഫാറിനായിട്ട് മന്ത്രിച്ചൂതിയിട്ട് പിന്നെ കുട്ടികളുണ്ടാകത്തുള്ളൂ, കുട്ടികളുണ്ടാകും. ഇങ്ങനെ ചൂഷണങ്ങളുടെ മാർഗങ്ങൾ ചില ഉസ്താദുമാർ എന്ന് പറയുന്ന ആളുകൾ, ചില ആളുകൾ ഈ ചൂഷണങ്ങളുടെ മാർഗങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്, തീരെ വിവരമില്ലാത്ത ആൾക്കാർ. എന്നതുപോലെ ചൂഷണങ്ങളുടെ മാർഗങ്ങളിലൂടെ സ്ത്രീകളും രംഗത്ത് വന്നപ്പം അതിനെതിരെ ഒരാൾ പ്രസംഗിച്ചതിന് ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അത്തരം ആളുകളെ വെറുതെ വിടുക, അതാണ് ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീയെ ന്യായീകരിക്കുകയാണ്. കുളിക്കണ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. ആ എടുത്തപ്പം എന്ത് ചെയ്തു, ആ കുളിക്കണ ഫോട്ടോ എടുക്കുമ്പം ഈ ശരിക്കും നനയുന്ന സമയം എനിക്ക് തന്നെ അറിയാം. നല്ലോണം നനഞ്ഞാൽ ശരീരത്തിലൊക്കെ ഒട്ടി ശരീരമൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് നല്ല കട്ടിയുള്ള ജീൻസും പാൻറ്റൊക്കെ ഇടൽ. അപ്പോൾ അതൊക്കെ എനിക്ക് തന്നെ അറിയാമെന്നുള്ള ആ മട്ടത്തിൽ എന്താണ് എന്നാരും ഉപദേശിക്കാൻ വരണ്ട എന്നുള്ള നിലക്കാണ് ഇപ്പോൾ ആ സ്ത്രീ സംസാരിക്കുന്നത് കേട്ടത്. എന്നതുപോലെ ഓണത്തിന് അങ്ങനത്തെ വേഷമൊക്കെ ധരിച്ച് കണ്ട് തലയിൽ പൂവൊക്കെ ചൂടി ചാടിക്കളിച്ച് ഇങ്ങനെ എന്താണ് ജീൻസ് പാൻറ്റൊക്കെ ഇട്ട് കണ്ട് തുള്ളുന്ന ഒരു സാഹചര്യത്തിൽ ചില ആളുകൾ അതിനെ എതിർത്തിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീക്ക് എന്തിനാണ് ഇങ്ങനെ ഈ ചീത്ത പറയേണ്ടതെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതായാലും നമ്മളെ സഹോദരിമാർ, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ആഖിറു സമാനാകുമ്പം കായിനാത്തുകൾ വരും, പാട്ട് പാടുന്ന സ്ത്രീകൾ വരും, എന്നപോലെ രംഗത്ത് വരുന്ന സ്ത്രീകൾ വരുന്നൊക്കെ അതൊക്കെ ഇവിടെ നടക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെന്ത് ചെയ്യുക, അത് അർഹിക്കുന്ന രൂപത്തിൽ അജ്ഞതയോടെ തള്ളിക്കളയണമെന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.